ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവു സ്നേഹിക്കുന്നത് അരുണിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി സച്ചിയാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി തന്നെ വന്ന് ലക്ഷ്മിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അമ്മ, അവൻ ഒട്ടും നല്ലവനല്ല, എപ്പോഴും ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നവനാണ്. അവനെ പോലെ ഒരുത്തന്റെ കൂടെ ദേവുവിന് ജീവിക്കാനേ പറ്റില്ല. അമ്മ എങ്ങനെയെങ്കിലും ദേവുവിനെ പറഞ്ഞ് പിന്തിരിപ്പിക്കണം. അത് മാത്രമല്ല, ദേവുവിന് നല്ലൊരു പയ്യനെ താൻ കണ്ടെത്തും എന്നുള്ള കാര്യം കൂടി നമ്മുടെ ലക്ഷ്മിയുടെ അടുത്ത് സച്ചി പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. അത് കഴിഞ്ഞ് ദേവു വന്ന ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. നീ ഇതിന് വേണ്ടിയിട്ടായിരുന്നോടി ഇവിടുന്ന് കെട്ടിയൊരുങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ദേവുവിനെ ഭയങ്കര അടിയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി. എന്നാ ഒരു വിധത്തിൽ ലക്ഷ്മിയെ പിടിച്ച് മാറ്റുന്നുണ്ട് നമ്മുടെ രേവതി. എന്നതിന് ശേഷം അമ്മ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും കൂടി രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. സച്ചി വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത് നമ്മുടെ ശരത്താണ് രേവതിയുടെ അടുത്ത് പറയുന്നത്. അമ്മ ദേവുവിനെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവളൊരു പൊട്ടി പെണ്ണാണെന്നോ? അവള് കണ്ട ഉടനെ അരുണിനെ സ്നേഹിക്കുകയല്ല ചെയ്തത്, അവനുമായിട്ട് അടുത്ത് അവനെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് അവള് സ്നേഹിച്ചത്. അവളൊരു ബുദ്ധിയില്ലാത്ത പെണ്ണാണെന്നൊക്കെയാണോ അമ്മ വിചാരിച്ചതെന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ടേ. നീ രേവതി കൂടുതൽ വർത്താനൊന്നും പറയണ്ട. എല്ലാ കാര്യങ്ങൾ അറിഞ്ഞിട്ടും നീയും എന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വെച്ചില്ലേ? അത് മാത്രമല്ല, എപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഒരു പോലീസുകാരനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ സ്നേഹിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ ഏത് തരക്കാരനാണെന്നൊക്കെ സച്ചി ഇവിടെ വന്ന് പറഞ്ഞു. അരുണിനെ കുറിച്ചും അതുപോലെ തന്നെ അവന്റെ അമ്മയെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ദേവു എന്റെ അടുത്ത് പറഞ്ഞു. അവള് പറഞ്ഞതാണോ ഇത്ര വലിയ കാര്യം? സച്ചി അവനെ കുറിച്ച് പറഞ്ഞത് നീയും കേട്ടതല്ലേ? നിങ്ങളെക്കാളൊക്കെ നല്ല അറിവുള്ളവനല്ലേ സച്ചി? അപ്പോ അവൻ പറഞ്ഞത് തന്നെയായിരിക്കും ശരിയെന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ലക്ഷ്മി പറയുന്നത്. അമ്മ, അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ദേവും അതുപോലെ തന്നെ അരുണും തമ്മിൽ അടുത്തുപോയി. ഇനി എന്തായാലും അവരെ പിന്തിരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അത് മാത്രമല്ല, അമ്മ അവരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. നീ രേവതി എന്തൊക്കെയായി പറയുന്നത്? നീ ഇങ്ങനെ പറയുന്നു, എന്നാ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ അവനെ ഇഷ്ടമല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നത്? അതൊക്കെ അമ്മേ, ഞാൻ സച്ചേട്ടനുമായിട്ട് സംസാരിക്കാന്ന് രേവതി പറയുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണേ. പക്ഷെ അതൊന്നും വേണ്ട, സച്ചി എല്ലാം പറയുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കിക്കോ, ഈ വീട്ടിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് സച്ചിയുടെ തീരുമാനം തന്നെയായിരിക്കണം. നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം വേണ്ടതുപോലെ ചെയ്തേനെ. എന്നാ ഇപ്പൊ ആ സ്ഥാനത്ത് സച്ചിയാണുള്ളത്. ഈ വീട്ടിലെ മുതിർന്ന ആളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് സച്ചിയാണ്. അവനറിയാം നല്ലതേതാ ചീത്തതേതാ എന്ന്. സച്ചിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഈ വീട്ടിൽ നടക്കില്ല. സച്ചിക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ പയ്യനെ നമുക്ക് വേണ്ട. സച്ചിയുടെ തീരുമാനമാണ് എനിക്ക് പ്രധാനം. അത് കഴിഞ്ഞ് ദേവുവിന്റെ അരികിലേക്ക് ചെന്നിട്ട്, ഇനി അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട, വിളിയോ കാണാനോ ഒന്നും നിൽക്കരുത്, അതങ്ങ് ഒഴിവാക്കിയേക്കണം. സച്ചി നിനക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്താ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സച്ചി എന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് എന്റെയും തീരുമാനം. ആ വാക്ക് മീറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലുണ്ടല്ലോ, നിന്നെ ഞാനെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി വീണ്ടും തടഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരത്തും പറയുന്നുണ്ട്, സച്ചേട്ടനാണ് എന്റെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് എന്നെ നേർവഴിക്ക് നയിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ട നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞതുപോലെ സച്ചേട്ടൻ പറയുന്നത് മാത്രമായിരിക്കും ശരി. നീ ഒന്ന് പോടാ അവിടുന്ന്. ദേവു, നീ ആദ്യം കരച്ചിൽ നിർത്ത്, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ദേവുവിനെ മാറ്റി നിർത്തി സംസാരിക്കാണ് കേട്ടോ നമ്മുടെ രേവതി. ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രേവതി ചോദിക്കുന്നത്, നീ അവനെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നുള്ള തീരുമാനം എടുത്തോ എന്നാണ്. അതെ ചേച്ചി, എനിക്ക് അരുണേട്ടനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അരുണേട്ടനും എന്നെയും ഞങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു. ഒരാളെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെ രേവതി ചേച്ചി മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത്? ദേവു പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് രേവതി ഇങ്ങനെ പറയുകയാണേ, എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാവും ദേവു, പക്ഷേ കല്യാണം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരേണ്ടതാണ്. ഒരു കല്യാണം കാരണം ഒരിക്കലും ഒരു ബന്ധവും തകരാൻ വേണ്ടിയിട്ട് പാടില്ല. എന്തായാലും കുറച്ചു ദിവസം ഇങ്ങനെ പോകട്ടെ. എന്ത് മനക്കഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു തീരുമാനം ആ സമയത്ത് എടുക്കാൻ വേണ്ടി പാടില്ല. എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. സച്ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ട് സച്ചേട്ടന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം. നീ എപ്പോഴത്തെ പോലെയും സന്തോഷവതിയായി തന്നെ ഇരിക്കണം. എല്ലാം ശരിയാകും, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊക്കെ രേവതി പറഞ്ഞിട്ട് ദേവുവിനെ ആശ്വസിപ്പിക്കുകയാണ്. ഇത്രയൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും ദേവുവിന് ഭയങ്കരമായിട്ട് വിഷമാവുകയും രേവതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സുധിയുടെ ഷോറൂമാണ്. അവിടുന്ന് ആനന്ദ് ഇങ്ങനെ സുധിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ നിന്റെ അമ്മയുടെ വാക്കും കേട്ടിട്ട് ശ്രുതിയുമായിട്ട് അകന്ന് നിൽക്കുന്നത് ഒട്ടും ശരിയല്ല, അവളുമായിട്ട് സംസാരിക്കുകയെന്ന്. അത് അമ്മ ചീത്ത പറയുമ്പോൾ നീ എന്താ സ്കൂൾ പിള്ളേരെ പോലെ അമ്മ ചീത്ത പറയുന്നൊക്കെ പറയുന്നത്? എന്തായാലും കുറച്ചു നാളെ ഇങ്ങനെയൊക്കെ പോകട്ടെ, ബാക്കി അത് കഴിഞ്ഞിട്ട് നോക്കാം എന്നാണ് കേട്ടോ സുധി പറയുന്നത്. ബ്രോ, എനിക്ക് വിശക്കുന്നുണ്ട്,
അല്ല നീ എന്താ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നില്ലേ എന്ന് ആനന്ദ് ചോദിക്കുന്നുണ്ടേ. ഇല്ല, ശ്രുതി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എനിക്ക് ടിഫിൻ എടുത്തോണ്ട് വരുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഒരുപാട് കാശ് ഇപ്പൊ ചെലവാവുന്നുണ്ട്. നീ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിന് പുറമെ നീ എനിക്ക് ഭക്ഷണം മേടിച്ചു തരാ എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അനന്ത് തുടങ്ങുമ്പോഴേക്കും അല്ല നമുക്ക് റെസ്റ്റോറന്റ് ബില്ല് ഷെയർ ചെയ്യാം. അങ്ങനെ വിശന്ന് നിൽക്കുന്ന സമയത്താണ് കേട്ടോ കറക്റ്റ് നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാർസലിലേക്ക് കൊടുത്ത് വിട്ടിരിക്കുന്നത്. കണ്ടില്ല ബ്രോ, നിന്റെ വൈഫിന് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഇങ്ങനെ നീ അവളെ ഒഴിവാക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൾ മിക്കവാറും നിന്നോടുള്ള സ്നേഹമൊക്കെ ഉപേക്ഷിച്ചിട്ട് അവള് മറ്റാരുടെങ്കിലും കൂടെ പോന്ന് പറഞ്ഞിട്ട് ആനന്ദ് വീണ്ടും പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചി വീട്ടിലെത്തുന്നതാണ്. വീട്ടിൽ വന്ന ഉടനെ തന്നെ നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്റെ വീട്ടിൽ പോയെന്ന്. അതെന്താ രേവതി, നീ നിന്റെ വീട് എന്റെ വീട് എന്നൊക്കെ പറഞ്ഞ് പിരിക്കുന്നത്? ഇപ്പൊ അതാണോ സച്ചിയുടെ പ്രധാനം? നിങ്ങൾ എന്തിനാണ് അമ്മയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞത്? പിന്നെ നിന്റെ അമ്മയുടെ അടുത്തല്ലാതെ വീടിന്റെ അടുത്തുള്ള വേറെ ആരുടെ പോയിട്ട് കാര്യം പറയാൻ വേണ്ടി പറ്റുമെന്ന് സച്ചി എപ്പോഴും ഞാനാണ് ആ വീട്ടിലെ മൂത്ത പയ്യൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോ ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോ നീ എന്നെ ചോദ്യം ചെയ്യുന്നു. അത് പോരാത്തതിന് എന്തിനാ എന്റെ വീട്ടിൽ പോയതെന്നുള്ള കാര്യം ചോദിക്കുന്നു. ഞാൻ എന്റെ സ്വന്തം വീട് പോലെ കണ്ടിട്ട് അവിടെ പോയിട്ട് സംസാരിച്ചതാണ്. ഇപ്പോ അവിടെ എന്തിനു പോയി സംസാരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുന്നു. അങ്ങനെ നോക്കുമ്പോ ഞാനാണ് മൂത്ത അവിടുത്തെ പയ്യൻ എന്നുള്ള കാര്യം പറഞ്ഞതൊക്കെ വെറുതെയാണല്ലേ? അപ്പോ അത്ര മര്യാദ നിങ്ങൾ എനിക്ക് തരുന്നുള്ളൂ അല്ലേ? ഇപ്പോ നീ പാർലറെടുത്തിയ പോലെ തന്നെ കള്ളം പറയാൻ വേണ്ടി തുടങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടാണ് കേട്ടോ സച്ചി. ഇത് കേട്ട രേവതി ചോദിക്കുന്നുണ്ട്, ഇപ്പോ എന്തിനാണ് അവരിതിലേക്ക് വലിച്ചഴിക്കുന്നത്? നീ എപ്പോഴും പറയാറുണ്ടല്ലോ നിനക്ക് അച്ഛനില്ലാത്തതുകൊണ്ട് ആ സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള കാര്യം. അതുപോലെയാണ് നിങ്ങൾ കാണാറ് എന്നൊക്കെ. ഇപ്പൊ ഞാൻ അവിടെ പോയി സംസാരിച്ചതിന് നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? അതൊന്നും കള്ളമല്ല പറഞ്ഞത്, സത്യം തന്നെയാണ്. പക്ഷെ അതൊന്നും അല്ല ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും സംസാരിച്ച് നമുക്കിടയിൽ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. എന്നതിന് ശേഷം വേണമായിരുന്നു അമ്മയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പോയി പറയേണ്ടത്. പക്ഷെ അതേസമയം സച്ചേട്ടൻ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഇത് നോക്ക് രേവതി, നിന്നെ പോലെ ഇരുന്ന് സംസാരിച്ച് കണക്ക് കൂട്ടിയിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് ഞാൻ പെട്ടെന്ന് തന്നെ പറയും. അതിനെക്കുറിച്ച് നിനക്കും അറിയാലോ. നിന്റെ വീട്ടിലുള്ള അമ്മയല്ലേ ആദ്യം കാര്യങ്ങളൊക്കെ അറിയേണ്ടത്. ആ സ്ഥാനത്ത് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേണ്ടതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തേനെ. ഇപ്പോ എന്തെങ്കിലും പ്രശ്നമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അമ്മ എന്ത് ചെയ്യും? ഞാൻ നിന്റെ കുടുംബത്തെ സ്വന്തം കുടുംബം പോലെയാണ് കാണുന്നത്. ദേവുവിന് നല്ലത് വരണം എന്നുള്ള കാര്യം എനിക്കും ആഗ്രഹമില്ലേ? നിന്റെ അനിയനൊരു തെറ്റുപറ്റിയ സമയത്ത് ഞാനല്ലേ അവനെ തിരുത്തി നേർവഴിക്ക് കൊണ്ടുവന്നത്. നിന്റെ അനിയന് നല്ലത് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ എനിക്ക് നിന്റെ അനിയത്തിക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയത്തില്ലേ? എനിക്കറിയാം ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ കല്യാണം എന്നുള്ളൊരു മോഹം തോന്നി തുടങ്ങി. ഇനി എന്തായാലും വെച്ച് നീട്ടണ്ട, ഉടനെ തന്നെ അവളുടെ കല്യാണം നടക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിനകത്ത് 2 പയ്യന്റെ ഫോട്ടോയും അവന്റെ ജാതകത്തിന്റെയും എല്ലാത്തിന്റെയും ജെറോക്സ് കോപ്പിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ മുമ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇപ്പോ സച്ചേട്ടൻ ഇത്രയും ധൃതി കാണിക്കുന്നത്? ഇത് ധൃതി പിടിക്കുകയല്ല, ഇതാണ് ശരിയായിട്ടുള്ള തീരുമാനം. ഇതില് ഒരുത്തൻ IT എംപ്ലോയി ആണ്. അതുപോലെ തന്നെ ഒരാള് ബാങ്ക് ജോലിക്കാരനാണ്. എന്താ നീ നോക്കുന്നത്? എന്നെ പോലെ ഡ്രൈവറെയാണ് ഞാന് അവൾക്കും പയ്യനായിട്ട് നോക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ നീ വിചാരിച്ചത്? നിന്റെ അനിയത്തിക്ക് ഏത് തരത്തിലുള്ള ഒരാളെയാണ് നോക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ സച്ചി പറയുമ്പോൾ ഡ്രൈവർ എന്ന് പറയുന്നത് അത്ര മോശം ജോലിയൊന്നുമല്ല. ഞാനൊരു ഡ്രൈവറെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്, സന്തോഷമായിട്ട്. എന്നാ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ വേറെ എന്താണ് പ്രശ്നം? ഈ ജാതകങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് നിന്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം. ഫോട്ടോ ദേവുവിനെ കാണിക്കണം. അവൾക്ക് ആരാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാല് അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അവരുമായിട്ട് സംസാരിക്കാം. എന്തായാലും പെണ്ണിന്റെ സൈഡിൽ നിന്നും അവര് കുറച്ച് കൂടുതലൊക്കെ പ്രതീക്ഷിക്കും. അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം എന്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ചെയ്തോളാം. രാത്രിയിൽ കുറച്ച് ഓട്ടം കൂടുതൽ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പൈസ ഉണ്ടാക്കാനും പറ്റും. സച്ചിയേട്ടാ, നിങ്ങള് ദേവുവിന് ആരെയാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? അവളുടെ ഇഷ്ടം എന്താന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ? അവൾക്ക് ആരെയാണോ ഇഷ്ടം അവരെ കല്യാണം കഴിച്ചാലല്ലേ അവള് സന്തോഷമായിട്ട് ഇരിക്കുള്ളൂ. നീ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ. അല്ല, പക്ഷെ നമ്മുടെ പോലെ അല്ലല്ലോ അവളുടേത്. ഞാൻ അങ്ങനെ ആരെയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്നാ ദേവുവിന്റെ കാര്യം അങ്ങനെയല്ല. അവളുടെ മനസ്സിൽ ഒരാളുണ്ട്. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ട് അത് നടത്തി കൊടുക്കണമെന്നുണ്ടോ? അത് മോശപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിലും അത് നടത്തണമെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ദേഷ്യപ്പെടുവാണേ. രേവതി, നിനക്ക് തന്നെ അറിയാലോ ആ അരുൺ എന്ന് പറയുന്നവൻ ഏത് തരത്തിൽപ്പെട്ട ആളാണെന്ന്. ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാ അവൻ എന്നോട് കാണിക്കുന്നതൊക്കെ നിനക്കും അറിയാലോ. നാളെ ദേവുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെയോ അങ്ങനെ തന്നെയല്ലേ നടത്തുക. നാളെ ചിലപ്പോ അവളെ അടിക്കുകയും അവളെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തെന്നൊക്കെ വരും. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരിടം നോക്കിയിട്ട് കല്യാണം കഴിക്കണം. എന്തായാലും അരുണിനെ ദേവുവിന് വേണ്ട. ഇത് നോക്ക് സച്ചേട്ടാ, ദേവുവിന് അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളല്ലല്ലോ അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കരുതിയിട്ട് മോശപ്പെട്ട ഒരുത്തിന്റെ കൂടെ അവളുടെ ജീവിതം കൊണ്ട് തൊലയ്ക്കണോ?
ഇത് നോക്ക് സച്ചേട്ടാ, ദേവുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ എന്തിനാ തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ദേവു അവൻ നല്ലവനാണെന്നാണല്ലോ പറയുന്നത്. അവൻ എന്ത് നല്ലവനാണെന്ന രേവതി നീ ഈ പറയുന്നത്? എന്റെ കാർ പിടിച്ചോണ്ട് പോയി എന്റെ ലൈസൻസ് കട്ടാക്കാൻ വേണ്ടി നോക്കി, അങ്ങനത്തെ ഒരാള് നിനക്ക് നല്ലവനായിട്ടാണോ രേവതി തോന്നുന്നത്? അതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളും അവര് മേല് പഴി വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കില്ലേ? നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സച്ചേട്ടനും അങ്ങോട്ട് വമ്പെടുക്കാൻ വേണ്ടി പോയിട്ടില്ലേ? ഞാൻ തെറ്റ് ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ അവനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് രേവതിക്ക് നേരെ കയ്യോങ്ങാണേ സച്ചി. കുറച്ചു നേരം രേവതി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചി മെല്ലെ കൈ ഓങ്ങിയത് താഴ്ത്തുന്നുണ്ട് കേട്ടോ. എന്തിനാ താഴ്ത്തിയത്? അടിച്ചുവിടായിരുന്നോ? നിങ്ങൾ പറഞ്ഞല്ലോ തരം കിട്ടുന്ന സമയത്തൊക്കെ അവനും ഇതുപോലെ തന്നെ പഴി വാങ്ങാൻ വേണ്ടി നോക്കുന്നുവെന്ന്. നിങ്ങളും കണ്ടില്ലേ എന്റെ നേർക്ക് കൈയൊങ്ങിയത്? ഇത് നോക്ക് രേവതി, നീ വെറുതെ എന്റെ ദേഷ്യം കൂട്ടരുത്. ദേവുവിന് നല്ലൊരു ജീവിതം വേണം. അവള് തെറ്റായ ഒരാളുടെ കൂടെ പോയിട്ട് അവളുടെ ജീവിതം തൊലയ്ക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അവൾ ഒരിക്കലും അവനെ കെട്ടാൻ വേണ്ടി പാടില്ല. ഇനി എന്റെ വാക്ക് മേറിയിട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരു കാര്യത്തിനും വരില്ല, നീയും പോകില്ല. സച്ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? കുറച്ച് സമാധാനമായിട്ട് നിൽക്കും, നമുക്ക് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന് രേവതി പറയുന്നുണ്ടെങ്കിലും ഇതില് സംസാരിക്കാൻ ഒന്നുമില്ല. ഇതുപോലെ ഒരുത്തനൊന്നും നമ്മുടെ കുടുംബത്തിനുള്ളിലേക്ക് വരാനേ പാടില്ല. നിങ്ങൾക്കൊക്കെ എന്റെ മേലെ മര്യാദ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം. ഇനി അത് മേറിയിട്ട് അവനെ കല്യാണം കഴിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ആ പരിസരത്തേക്ക് പോലും ഞാൻ വരില്ല. അതുപോലെ നീയും പോവാൻ വേണ്ടി പാടില്ല. അതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയും ജാതകമൊക്കെ ഉണ്ടല്ലോ അതെടുത്ത് രേവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് പോവാണേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവു മുറിയിലിരുന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ഹാളിൽ ഇരുന്നു കൊണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുവാണ്. ദേവുവിന്റെ ഫോണിലേക്ക് അരുൺ വിളിക്കുന്നുണ്ട്. ആദ്യ തവണ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ദേവു കട്ട് ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു 3-4 തവണ ഇങ്ങനെ അരുൺ വിളിച്ചോണ്ടേ ഇരിക്കുവാണ്. അപ്പോഴൊന്നും നമ്മുടെ ദേവു അറ്റൻഡ് ചെയ്യുന്നില്ല, കട്ട് ചെയ്തിങ്ങനെ വിടുവാണ്. ഒരു 5-6 തവണ വിളിക്കുമ്പോഴേക്കും നമ്മുടെ ദേവുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരികയും ദേവു ഡോർ അങ്ങ് അടച്ചിട്ട് കരയുന്നുണ്ട് കേട്ടോ ഉള്ളിലിരുന്ന്. ഇതെല്ലാം നമ്മുടെ ലക്ഷ്മി ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ലക്ഷ്മിക്ക് അറിയാം. കാരണം ലക്ഷ്മി ഒരു പ്രാവശ്യം വാൺ ചെയ്തല്ലോ ഇനി അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ ഫോണൊന്നും എടുക്കുന്നില്ല. പക്ഷെ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കുവാണേ. അതേസമയം നമ്മുടെ ശ്രീകാന്ത് ആ റെസ്റ്റോറന്റിൽ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല വർഷ പുതിയൊരു റെസ്റ്റോറന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മുടെ ശ്രീകാന്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായിട്ട് അടിയാവുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ച് അതില് ശ്രീകാന്തിനെ ഷെഫാക്കാം എന്നുള്ള ഒരു ധാരണയൊക്കെയാണ് നമ്മുടെ വർഷയ്ക്കുള്ളത്. അതിനുവേണ്ടി അച്ഛൻ്റെ അടുത്ത് പണം മേടിക്കാനൊക്കെയാണ് വർഷ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ വർഷയുടെ സേവിങ്സ് കൊണ്ട് കടമൊക്കെ മേടിച്ചിട്ട് ആരംഭിക്കുക എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ശ്രീകാന്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ശ്രീകാന്ത് അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് വന്നാൽ മാത്രം മതി. പിന്നെ ശ്രീകാന്തിന് എപ്പോഴാണോ തോന്നുന്നത് അപ്പൊ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം എന്നൊക്കെയാണ് വർഷ പറയുന്നെങ്കിലും അതൊക്കെ തനിക്ക് ഇറിറ്റേഷൻ ആവുന്ന രീതിയിൽ നമ്മുടെ വർഷയുടെ അരികിൽ നിന്നും ശ്രീകാന്ത് പോവുകയും മുകളിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയം തന്നെയാണ് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് മുകളിൽ പോയിട്ട് ഇരിക്കുവാണ്. കാരണം ദേവുവിന്റെ കാര്യത്തില് സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലല്ലോ രേവതി സംസാരിക്കുന്നത്, ആ ഒരു ദേഷ്യത്തില്. അതുപോലെ തന്നെ അമ്മ ഒരു രീതിയിലും ശ്രുതിയെ അടുക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. ആ ഒരു വിഷമത്തില് നമ്മുടെ ശ്രുതിയും മുകളിലുണ്ട്. 3 പേരും കൂടി ഇരുന്നിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മുകളിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആനന്ദ് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് വേറെ ആരുടെങ്കിലും കൂടെ പോകും, വേറെ ഏതെങ്കിലും പയ്യനെ കണ്ടു കഴിഞ്ഞാൽ അവനോട് ഇഷ്ടം തോന്നിട്ട് അവന്റെ കൂടെ പോകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നല്ലോ. അതെല്ലാം പറഞ്ഞത് കേൾക്കുമ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം സച്ചിയും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി ആകെ ടെൻഷനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഒരു ദിവസമാണ് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നുണ്ട്. എന്നിട്ട് അരുണും അമ്മയും കൂടി ചേർന്നിട്ട് വീട്ടിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞൊന്ന് പറയുകയാണേ. നീ ഇപ്പോഴും ദേവു അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. ഇല്ല ചേച്ചി, വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവര് വീട്ടിലേക്ക് വരുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം. വരുന്ന സമയത്ത് ചേച്ചി ഉണ്ടെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നുള്ള കാര്യം ദേവു പറയുന്നുണ്ട്. ശരി, ഞാൻ വരാ എന്ന് രേവതി ധൃതി പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ തന്ന ജാതകവും ഫോട്ടോ നീ വീട്ടിൽ കൊടുത്തോ എന്ന്. ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോയില്ല, എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് രേവതി വേഗം അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് രേവതി വീട്ടിലെത്തിയതിനു ശേഷം കാണിക്കുന്നത് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അരുണിന്റെ അമ്മയും കൂടി വരുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞോ എന്ന്. ആ, ദേവു എന്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും വരട്ടെ, എന്തിനായിരിക്കും വരുന്നതെന്നുള്ള കാര്യം ആർക്കറിയാം എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അമ്മ എന്തായാലും അവർ വരട്ടെ, നമുക്ക് സംസാരിച്ച് നോക്കാം. ശരി. അപ്പോഴേക്കും ദേവു ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ദേവുവിന്റെ ആ അവസ്ഥ കാണുന്ന സമയത്ത് എനിക്കും ഭയങ്കര വിഷമം തന്നെ തോന്നുന്നുണ്ടടി. നീ സച്ചിമോനുമായിട്ട് സംസാരിച്ചിരുന്നോ? അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും സംസാരിച്ചില്ല അമ്മേ, ആദ്യം സച്ചേട്ടന്റെ ദേഷ്യം ഒന്ന് കുറയട്ടെ, എന്തായാലും പിന്നീട് സംസാരിക്കാം. ഇതുവരെ സച്ചേട്ടന്റെ മനസ്സ് മാറിയിട്ടൊന്നുമില്ല.
അരികിലേക്ക് ചെന്നിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, സച്ചേട്ടനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യം സച്ചേട്ടന്റെ ദേഷ്യം ഒന്ന് കുറയട്ടെ, അതിനുശേഷം എല്ലാം ഞാൻ പക്വതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അങ്ങനെ ശരത്ത് റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അല്ല ശരത്ത്, നീ ഇതുവരെ പോയില്ലെന്ന് ചോദിക്കുമ്പോ ഇല്ല ചേച്ചി, ദേവു പറഞ്ഞു അരുണേട്ടന്റെ വീട്ടിൽ നിന്ന് വരുന്നുണ്ട് എന്ന്, അപ്പോ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു എന്ന് പറയുവാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ദേവുവിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അരുണും അരുണിന്റെ അമ്മയും കൂടി ചേർന്നിട്ട് വീടിന്റെ അവിടെ എത്തുന്നുണ്ട്. ദേവുവിന്റെ വീടിന്റെ ഉള്ളിലേക്ക് അരുണിന്റെ അടുത്ത് വരണ്ട എന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അരുണിനെ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് വിഷമാകും, അതുകൊണ്ട് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് അരുണിന്റെ അമ്മ മാത്രമാണ് കേട്ടോ ഉള്ളിലേക്ക് കയറി വരുന്നത്. താൻ അരുണിന്റെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഉള്ളിലോട്ട് കയറുന്നത്. ഉടനെ തന്നെ നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ ദേവുവിന്റെ അടുത്ത് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുവാണ്. അതിനുശേഷം നമ്മുടെ അരുണിന്റെ അമ്മ പറഞ്ഞു തുടങ്ങുവാണ് കേട്ടോ. നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അരുൺ എന്റെ അടുത്ത് പറഞ്ഞു. ദേവു നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ പോലെ ഒരാള് എന്റെ മരുമകളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്യണം. ഞാൻ നേരിട്ട് വന്ന് വീട്ടിൽ സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അതിനു മുമ്പായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. സച്ചി നിങ്ങളുടെ ഭർത്താവാണല്ലേ എന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് പറയാണ്. ഇടയ്ക്കിടയ്ക്ക് അരുണുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച്, അവൻ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അരുണുമായിട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അരുൺ പറഞ്ഞിരുന്നു എന്ന് അരുണിന്റെ അമ്മ പറയുന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല സച്ചി, നിങ്ങളുടെ മകനാണ് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞും കണ്ട് നമ്മുടെ ലക്ഷ്മി തുടങ്ങുമ്പോഴേക്കും അമ്മ ഇപ്പൊ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ രേവതി അടക്കുവാണേ വായ. അമ്മ രണ്ടുപേർക്കും പരസ്പരം എന്തോ ഒരു ദേഷ്യം കാണുന്ന സമയത്തൊക്കെ ആ ഒരു ദേഷ്യം തീർക്കുന്നു. എന്തായാലും ഇപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഇനി അടുത്തത് എന്താണെന്നുള്ള കാര്യമാണ് സംസാരിക്കേണ്ടതെന്നും കൂടി ലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ രേവതി പറയുവാണേ. അല്ല നിങ്ങൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അരുണിന്റെ അമ്മ ചോദിക്കുമ്പോഴേക്കും ലക്ഷ്മി സംസാരിക്കുന്നത് തടഞ്ഞു നിർത്തുവാണ് കേട്ടോ രേവതി. എന്റെ പയ്യനായതുകൊണ്ട് പറയല്ല, അവൻ നല്ലവനാണ്, നമ്മുടെ ദേവു നല്ലവൾ തന്നെയാണ്. ദേവുവിനെ പോലെ ഒരു മരുമകള് എന്റെ വീട്ടിലേക്ക് വരണമെന്ന് ഞാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. നിങ്ങളുടെ മൂത്ത മരുമകനും അരുണും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ ഈ വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ ഞാൻ കേട്ടു. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവനാണ് തീരുമാനിക്കുന്നത്. വേണ്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എന്റെ മകളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്യുന്നുണ്ട്. എന്റെ മകനെ പരീക്ഷ എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയ സമയത്ത് അവര് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സച്ചിമോൻ നല്ല രീതി തന്നെയാണ് ചെയ്തു തരുന്നത്. ഈ വീട്ടിൽ ഞങ്ങള് അവനെ മരുമകനായിട്ടല്ല, ഈ വീട്ടിലെ മൂത്ത മകനായിട്ടാണ് കാണുന്നത്. നിങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരിക്കും, വീട്ടിൽ നല്ലവരായിരിക്കും, പക്ഷെ അവര് പുറത്ത് എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയില്ലല്ലോ. ഇപ്പോ അരുൺ സസ്പെൻഷനിലിരിക്കാൻ കാരണം തന്നെ അവരാണ്. ഇത് കേട്ട ലക്ഷ്മി ആണെങ്കിൽ അതിന് സാധ്യതയില്ല, അങ്ങനെ ഒരു തെറ്റും ചെയ്യുന്ന ആളല്ല സച്ചി. അതിലെന്തായാലും സച്ചിയുടെ മേലെ ഒരു തെറ്റും ഉണ്ടാവില്ല. ദയവേത് സച്ചിയെ കുറിച്ച് സംസാരിക്കരുത്, സച്ചി നല്ല ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ അരുണിന്റെ അമ്മയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാനോട്ടോ ചെയ്യുന്നത്. തുടർന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ, അവർ രണ്ടുപേർക്കിടയിൽ തമ്മിൽ ചെറിയ ചെറിയ വാശികളാണ്, അത് സംസാരിച്ച് ശരിയാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ, അത് ഞാൻ സംസാരിച്ച് ശരിയാക്കാം എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും രേവതി നിൽക്ക്, ദേവുവിന് നല്ലൊരു ജീവിതം എന്നുള്ള കാര്യം വരുന്ന സമയത്ത് ആദ്യ ആളായിട്ട് മുന്നിൽ നിന്ന് നടത്താൻ വേണ്ടിയിട്ട് സച്ചി ഉണ്ടാകും. എന്നാൽ നിങ്ങളുടെ പയ്യൻ ഒരിക്കലും ശരിയായിട്ട് വരില്ല എന്നുള്ള കാര്യം സച്ചി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതി തന്നെയാണ് കേട്ടോ ലക്ഷ്മി സംസാരിക്കുന്നത്. ഇനി ദേവുവിന്റെയും അതുപോലെ തന്നെ അരുണിന്റെയും ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വഴിയെ വരുന്ന എപ്പിസോഡിൽ കാണാം കേട്ടോ.